നമസ്കാരം കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ധാരാളം പേര് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള റീസെൻ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സ് അടങ്ങിയ വീഡിയോസ് ഇപ്പോൾ കൃത്യമായിട്ടും കഴിയുന്നതും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു പ്രയോജനമായിരിക്കട്ടെ. പല കമൻസിലും അറിയാൻ പറ്റുന്നത് പലർക്കും ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയാതെ അവർ വീഡിയോസ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ട് വരികയാണ് എന്നുള്ള ഒരു വിഷയമാണ്. പക്ഷേ യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് യൂട്യൂബ് കൊണ്ടുവന്നാലും തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈയിടെയായിട്ട് ധാരാളം പേര് ഒരു പരാതി പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ ചാനലുകൾ യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നീട് വേറെ ഒരു ചാനൽ അവർ സ്വന്തം പേരിലായാലും ശരി, വീട്ടുകാർ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ പേരിലൊക്കെ തുടങ്ങിയാലും ആ ചാനലും തുടരെ ഇങ്ങനെ ഡിലീറ്റായി വരുന്നു എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഇതിനുള്ള കാരണം എന്താണ് എന്നുള്ളത് യൂട്യൂബ് ടീമുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അവർ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്കും കൂടി ഉപകാരമായിരിക്കട്ടെ എന്ന് കരുതി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മുമ്പൊക്കെ യൂട്യൂബിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികളൊന്നും ഉണ്ടാകാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തിടെ യൂട്യൂബ് വളരെ ഗൗരവത്തോടെയാണ് ഓരോരോ തെറ്റുകളും നമ്മൾ ചെയ്യുന്നത് നോക്കിക്കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാളുടെ ചാനൽ ഡിലീറ്റായി പോയാൽ, ഇപ്പോൾ നമ്മൾ തന്നെ വേറൊരു മെയിൽ ഐ ഡിയിൽ നിന്നോ എന്തെങ്കിലും ഒരു രീതിയിൽ വേറൊരു ചാനൽ തുടങ്ങാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ, ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ യൂട്യൂബിൽ ഒരു ചാനൽ അതായത് ഒരു ചാനൽ ഡിലീറ്റായി കഴിഞ്ഞാൽ രണ്ടാമത് ആ ഒരു വ്യക്തിക്ക് പിന്നീട് യൂട്യൂബിൽ വേറൊരു ചാനൽ പുതിയതായിട്ട് തുടങ്ങാൻ സാധിക്കില്ല എന്നൊരു വിവരമാണ് സപ്പോർട്ട് ടീമിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞാൻ വേറൊരു സംശയം അവരോട് ചോദിച്ചു. അപ്പോൾ നമ്മളുടെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ പേര് വേറെയാണ്, അവരുടെ ഡീറ്റെയിൽസൊക്കെ വേറെയാണ്. അപ്പോൾ അവരുടെ പേരിൽ തുടങ്ങുമ്പോഴും എന്തുകൊണ്ടാണ് ചാനൽ ഡിലീറ്റായി പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് യൂട്യൂബ് സപ്പോർട്ട് ടീം തന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഫാമിലിയിൽ നമ്മുടെ അമ്മയുടെ പേരിലോ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ പേരിലോ ഒക്കെ ചാനൽ തുടങ്ങുമ്പോഴേക്കും എല്ലാ ഡീറ്റെയിൽസും വ്യത്യാസമായിരിക്കുമല്ലോ, പിന്നെ യൂട്യൂബ് ഇതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ പണ്ടൊക്കെ യൂട്യൂബിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു പുതിയ ഈ ഒരു സംഭവം അത്ര പോപ്പുലർ അല്ലായിരുന്നു. അത് തുടങ്ങിയിട്ട് പോലും ഇല്ല. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൈകാര്യം ചെയ്യുന്നത്, കൃത്യമായിട്ടും മനസ്സിലാക്കുന്നതും എല്ലാ കാര്യത്തിനും യൂട്യൂബ് ആശ്രയിക്കുന്നത് യൂട്യൂബിൻ്റെ ഈ AI ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം, എല്ലാവർക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ഡെവലപ്പായിട്ടുണ്ട്. യൂട്യൂബ് നമ്മുടെ ചാനലും ഒക്കെ നോക്കിക്കാണുന്നതും പരീക്ഷിക്കുന്നതും ടെസ്റ്റ് ചെയ്യുന്നതും നമ്മൾ തെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടുപിടിക്കുന്നതും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ AI എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ വേറൊരു ഫാമിലി മെമ്പറുടെ പേരിൽ ഒരു ചാനൽ തുടങ്ങിയാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അത് പല സൂചനകൾ വെച്ചിട്ടും അത് കണ്ടുപിടിക്കും ഇതേ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് എന്ന് അത് അറിയിക്കുകയും ചാനൽ ഡിലീറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ തന്നെ വേറൊരാളുടെ പേരിൽ ഒരു ചാനൽ തുടങ്ങുന്നു എന്നിരിക്കട്ടെ. ഇപ്പോൾ മോളുടെ പേരിലോ അമ്മയുടെ പേരിലോ ഒരു ചാനൽ തുടങ്ങുമ്പോഴേക്കും അതിൽ വരുന്ന നമ്മളുടെ വോയിസ് അത് തന്നെയായിരിക്കും അല്ലേ. അത് നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വോയിസിലൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ആണെങ്കിൽ അത് AI ഉടനെ പിക്ക് ചെയ്യും. ഇതേ ആളുടെ വോയിസാണ്. ഇപ്പോൾ നമ്മൾ മുഖം കാണിച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ അതും ഉടനെ പിടികിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ AIക്ക് വളരെ കൃത്യതയോടെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് AI അത് ഉടനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ AIനെ പറ്റിക്കുക എന്നുള്ളതൊരു നിസ്സാര കാര്യമല്ല. അപ്പോൾ എല്ലാവരും വളരെ സൂക്ഷിച്ച് പ്രവർത്തിക്കുക. യൂട്യൂബിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പഴയ പോലെ എളുപ്പമുള്ള കാര്യമല്ല. ഇന്നത്തെ കാലത്ത് വളരെ കഷ്ടമാണ് യൂട്യൂബിൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത്. ധാരാളം അപകടങ്ങൾ ഓരോ മുക്കിലും മൂലയിലും പതിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ യൂട്യൂബിൽ. നമ്മളിതൊന്നും മനസ്സിലാക്കാതെ നിസ്സാരമായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് പണം സമ്പാദിക്കാം എന്നുള്ള വിചാരമുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്
ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മറക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുമൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടും യൂട്യൂബിൽ മുമ്പോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കുവാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചാനലിൻ്റെ അൽഗോരിതമൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ യൂട്യൂബ് മനസ്സിലാക്കുകയും അതനുസരിച്ചിട്ടുള്ള റീച്ചൊക്കെയാണ് നമ്മൾക്ക് കിട്ടുന്നതും നമ്മളുടെ ചാനലിൽ റീച്ചൊക്കെ വന്ന് നമ്മളുടെ ചാനൽ സക്സസ്ഫുൾ ആകുന്നതുമൊക്കെ. അപ്പോൾ ധാരാളം പേര് കമൻസിൽ വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ചിട്ട് എന്നെ മറന്നുപോയ ധാരാളം ഫാമിലി മെമ്പേഴ്സ് തിരിച്ചു വരികയും പഴയതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഉള്ള വാർത്തകൾ ഇനിയും ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി അറിയിക്കുക. പഴയ വീഡിയോസൊക്കെ ധാരാളം പേര് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ സമയം പോലെ പഴയ വീഡിയോസ് കൂടി ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.